എങ്ങോട്ട് പോവാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ വണ്ടി ഒന്ന് നിർത്തണം. എന്നിട്ടൊരു വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി കഴിയുള്ളൂ. എവിടെ എത്തുമ്പോൾ നമ്മളെ കാനോലി പ്ലോട്ട് എത്തുമ്പോൾ അല്ലേ ബാവേ? അതെ, നമ്മൾ നിലമ്പൂർ കാനോലി പ്ലോട്ട് എത്തുമ്പോൾ അല്ലെ വണ്ടി വെറുതെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ബ്രേക്ക് ആവണാണ്. ഇവിടെ നിന്നാണ്ട് അല്ലെ ഒരു കരിമ്പ്യൂസോ അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെ എന്തെങ്കിലും തിന്നാതെ ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഒന്നുമില്ലേലും ഇവിടെ വെറുതെ വണ്ടിമേ ഒരു 10 മിനിറ്റ് ഇരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ഇവിടെ പോകാൻ തോന്നുന്നു. ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ, ഫുള്ള് പച്ചപ്പൊയ്ക്കണുണ്ടല്ലോ. എന്താ പച്ചപ്പൊക്കി ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. ഇന്ന് മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിക്കണേ. ഒരു അല്ലേ ചെറിയ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ അടിപൊളി ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് അടിപൊളിയാണ്. ഇപ്പൊ നമ്മളെ എൻട്രി കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കാനോലി പ്ലോട്ടിന്റെ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെന്താ പറയാ കാണിക്കാല്ലേ, നമ്മളെ വിഷ്വല് ഡ്രോൺ ഷൂട്ട് കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ ഇതിന്റെ നല്ല അടിപൊളി ഡ്രോൺ ഷോട്ട് ഇതിന്റെ ഒപ്പം ഞങ്ങള് ഇതിന്റെ ഒപ്പം വെച്ച് കാണിച്ചു തരാം. നമ്മള് സാധാരണ ഇത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുള്ളൂ. മേലെന്ന് ആകാശത്ത് നമ്മൾ നിലമ്പൂർ കാനോലി പ്ലോട്ട് എങ്ങനെ കാണാണ്ട് നിങ്ങൾ ഇതൊന്ന് കണ്ടോ. ഈ വിഷ്വല് അടിപൊളിയല്ലേ കാണാൻ. അതിന്റെ തൊട്ടടുത്ത് നമ്മളെ കുതിരപ്പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകി പോണ കാണാം. ഭയങ്കര ഭംഗിയില്ലേ. ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ നിലമ്പൂർ വഴിയോര കച്ചവടക്കാർക്ക് ഉണ്ടല്ലോ ഇച്ചിരി മോശം തോന്നുന്നുണ്ട്. കടകളിലൊന്നും ആൾക്കാരൊന്നും കാണാനില്ല. ആൾക്കാർ പുറത്തിറങ്ങൽ തന്നെ വളരെ കുറവാണ്. പിന്നെ ചെറിയ ചെറിയ ടൂറിസ്റ്റും കാര്യമൊക്കെ അത് കക്കാടംപോയിലൊക്കെ പോകുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഇറങ്ങുള്ളൂ. ഇപ്പോൾ പുറത്ത് അത് ഊട്ടി മൈസൂരൊക്കെ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒന്നാമത് വെക്കേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീർന്നല്ലോ. അടുത്ത ആഴ്ച സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാണ്, കോളേജൊക്കെ തുറക്കല്ലേ. നമ്മുടെ കാനോലിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിരിക്കണേ. ഇപ്പൊ പഴയ മാറുന്നല്ല, നല്ല കളർ പെയിന്റിങ്ങും കാര്യങ്ങളും പിന്നെ പിക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാണ് അടിപൊളിയാക്കി. നമുക്ക് അതിന്റെ ഒരു വിഷയം കൂടി കാണാം. ഇതും ഈ കാനോലിന്റെ എൻട്രൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് നിലമ്പൂരുകാരൻ തന്നെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളതാണത്. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഓ കാനോലിന്റെ എൻട്രി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. കാനോലി എക്കോ ടൂറിസം സെന്റർ ഒരു കറക്റ്റ് ഒരു എക്കോ ടൂറിസത്തിന്റെ കറക്റ്റ് ഒരു എൻട്രി അതിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. 2 സൈഡും മതിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഹിസ്റ്ററികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാമ്പു കാര്യങ്ങളൊക്കെ ടൈപ്പില് എൻട്രി കാര്യങ്ങൾ സെറ്റ് ആക്കിക്കണേ. ഇവിടെ കണ്ടങ്ങള് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. നമ്മുടെ ചെട്ടിയങ്ങാടി പഴമ ചുടുമൻ ചുമർ ശില്പം കച്ചവടം നടത്തിയിരുന്ന ചെട്ടിയന്മാരുടെ അങ്ങാടിയായിരുന്നു നിലമ്പൂർ പട്ടണം. നിലമ്പൂർ പട്ടണം എന്താ ഇതിന്റെ ഒരു പഴയകാല ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് വായിച്ചാണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ഞങ്ങൾക്ക് ബോറടിച്ചു. എന്തെങ്കിലും ശംഖു വൈദ്യര്, പിന്നെ നിലമ്പൂർ മെഡിക്കൽസ്, റാണി ടൈംസ്, വിനീത സ്റ്റോർ, ഇതൊക്കെ പണ്ട് കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ഓരോ കടകളാണ്. ഓക്കെ, പഴയ ആൾക്കാർക്കൊക്കെ കറക്റ്റ് അറിയും. ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ് അല്ലേ. നമ്മളിതിങ്ങനെ കാണുക, അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളൊക്കെ 2K കിഡ്സ് ആണ്. നിങ്ങൾക്ക് അതൊക്കെ അറിയുള്ളൂ. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂര് പറഞ്ഞാണ്ട് ഫുള്ള് സെറ്റാക്കി കണ്ടോ. ഇത് കണ്ടങ്ങള് ഇത് വേറൊരു മതിൽമ ചെയ്തു വെച്ചാണ്. നിലമ്പൂർ എന്താന്നുള്ളത് ഇതിൽ ഒറ്റ അടിക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ ഇതിൽ എന്തൊക്കെ പിക്ചർ ഉണ്ട് നിങ്ങൾ നോക്കി. നിലമ്പൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആദിവാസികൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിലമ്പൂരുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഹിസ്റ്ററിയിലും കാര്യങ്ങളിലൊക്കെ ആദിവാസികൾ. അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന ആദിവാസിയിൽ ഏറ്റവും പഴക്കം ചെന്ന ആദിവാസിയെ കുറിച്ചൊരു കാര്യങ്ങളൊക്കെ പിന്നെ താമസിക്കുന്നത് ഇപ്പോഴും നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ കാടുകളാണ്. അവരുടെ പിക്ചറും കാര്യങ്ങളൊക്കെയാണ് ആ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിലമ്പൂർ നമ്മൾ സാധാരണ ഇത് കാണുന്ന പിന്നെ ആന, പിന്നെ ഇടക്ക് കാണുന്ന കാട്ടുപോത്ത്, മാന് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ പിക്ചറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ട് ഏതായാലും ഒരു നിലമ്പൂർ ഒരു എക്കോ ടൂറിസം സിസ്റ്റത്തിന് എങ്ങനെ ഒരു എൻട്രി കൊടുക്കാൻ പറ്റുമോ അതേപോലെ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന രൂപങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആളെ പേരാണ് ഇതവിടെ ഷെരീഫ് നിലമ്പൂർ. ഇയാളെ മെൻഷൻ ചെയ്യാതൊക്കെ നമുക്ക് പറ്റുമോ? പറ്റൂല. ഇതേപോലെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇയാളെയും കോണ്ടാക്റ്റ് ആക്കാവുന്നതാണ്. കണ്ടല്ലേ, നമുക്ക് വേണ്ടി അത്രയും മനോഹരമായിട്ടുള്ള രൂപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഷെരീഫ് നിലമ്പൂരാണ്. ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ടെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. നിലമ്പൂരത്തേക്ക് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് അറിയാം നമുക്ക്. നിലമ്പൂരത്തേക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ഉപകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. റോൾസ് റോയ്സിൽ ഇൻറ്റീരിയൽ വരെ ചെയ്യുന്നുണ്ട്. നിലമ്പൂരത്തേക്ക് തടികളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതിൻ്റെ തന്നെ നമ്മളിവിടെ നിലമ്പൂർ കാനോലി പ്ലോട്ടിൻ്റെ നേരെ മുന്നിൽ തന്നെ ഉണ്ടോ നിലമ്പൂരത്തേക്കിൻ്റെ വേരുകൾ, തൈകളാണത്. ഈ വേരുകളാണ് നമ്മൾ ഇവിടെ കുഴിച്ചിട്ടല്ലേ. ഇവിടെ നമുക്കൊക്കെ കൊണ്ടുപോയി ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് കുഴിച്ചിട്ടാൻ പറ്റിയ സംഭവമാണത്. എങ്ങനെയുണ്ട്? നമ്മൾ കാനോലി
ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടേജിലായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത്. നാടൻ തേനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ നിലമ്പൂർ കനോലി പ്ലോട്ട് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണല്ലോ കാണുന്നത്. നിലമ്പൂർക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എങ്ങനെ വരുന്നത്? KSRTCൻ്റെ ഓരോ ട്രിപ്പ് പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവിടുന്ന് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള നിലമ്പൂരിൽ നമ്മുടെ കനോലി പ്ലോട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നഗരസഭനോട്ടോ അല്ലെങ്കിൽ അധികാരികളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു കൊടുക്കാനോ എന്തെങ്കിലും ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യും. അല്ലാതെ സർക്കാരായിട്ടോ ഗവൺമെന്റ് ആയിട്ടോ ഇവിടുത്തെ വാർഡുകളുണ്ട്, പഞ്ചായത്തായിട്ട്, മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കമന്റിൽ കാണൂലേ?